അനു അനു നീ എന്തിനാ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയേ? ഇതാരാ? ഇന്ദ്രന് മനസ്സിലായില്ലേ? രമണി ചേച്ചി നമ്മുടെ അമ്മയുടെ അടുത്ത ബന്ധുവാ. ഞാൻ പറഞ്ഞിരുന്നില്ലേ അമ്പലത്തിൽ വെച്ച് ഇന്ദ്രേട്ടനെ കുറിച്ചുള്ള ജ്യോത്സ്യ പ്രവചനം എന്നെ അറിയിച്ച രമണി ചേച്ചിയെ. ഈ കൊച്ചിന് ആള് തെറ്റിയതാ. ഞാൻ രമണിയൊന്നല്ല, ഞാൻ വിലാസിനിയാ. കരിക്ക് വിലാസിനി എന്ന് പറഞ്ഞാ ഇവിടെയുള്ളവരെല്ലാരും അറിയും. ആ അപ്പോ അന്ന് അമ്പലത്തിൽ വെച്ച് നടത്തിയത് ആൾമാറാട്ടായിരുന്നല്ലേ? ആ ചേച്ചിക്ക് എന്തായാലും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാട്ടോ. ആണോ? ഒരുപാട് കാലായി ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോണു. ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കാൻ അറിയാന്ന് ഒരാള് പറയുന്നത്. അമ്പലത്തിൽ വെച്ച് അഭിനയിക്കാൻ രമണിയെ സംവിധാനം ചെയ്ത ആരാ? അഭിനയത്തിന് എത്ര കാശ് കിട്ടി? എന്റെ കൊച്ചെ, കരിക്ക് വേണമെങ്കിൽ പറ. എനിക്ക് നിന്നോട് കിന്നാരം പറഞ്ഞു വെക്കാനൊന്നും സമയമില്ല. കിന്നാരം പറയണ്ട, കാര്യം പറഞ്ഞാൽ മതി. അതറിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകൂ. അയ്യോടാ, ഇതെന്ത് കൂത്തായത്? ഞാൻ രമണിയല്ലെന്ന് പറഞ്ഞില്ലേ? ഈ കൊച്ചിനെ കണ്ടിട്ട് പോലുമില്ല ഞാനിതിനു മുമ്പ്. പിന്നെ ഞാൻ ഇതിനെങ്ങനെ സമാധാനം പറയും? അനു, നിനക്ക് ചിലപ്പോൾ ആള് മാറിയതായിരിക്കും. ഇവർക്ക് പകരം വേറെ ആരെങ്കിലും ആയിരിക്കും നീ അമ്പലത്തിൽ വെച്ച് കണ്ടത്. ആ, അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറേ. ഒരാളെ പോലെ എത്രയോ പേര് കാണും. അല്ലെങ്കിലും അമ്പലത്തിൽ ഉത്സവപ്പറമ്പിൽ വെച്ച് കാണുന്നവരെ ആരാ പിന്നെ ഓർത്തു വെക്കുന്നത്? നമ്മളിങ്ങനെ വെറുതെ കണ്ടതല്ലല്ലോ. എന്റെ കുടുംബം തകർക്കാനുള്ള അപവാദം പറഞ്ഞ് ഫലിപ്പിച്ചിട്ടല്ലേ നീ അവിടുന്ന് പോയത്? അപ്പൊ പിന്നെ ഞാൻ നിന്നെ അത്ര പെട്ടെന്ന് മറക്കോ രമണി? എടുത്തിക്ക് എത്ര ഉറപ്പുണ്ടെങ്കിൽ ഇവരോട് സംസാരിച്ച് സമയം കളയണ്ട. നമുക്ക് പോലീസിനെ വിളിക്കാം. അതെ, അതാ നല്ലത്. ഇതുപോലുള്ള കുടുംബകലക്കുകളെയൊന്നും വെറുതെ വിടാൻ പാടില്ല.